ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന 2024 നടന്ന സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഓൾജിബ്രൈനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇതിൻ്റെ വാല്യൂ എക്സ് വൈ വൈ ഇസഡ് എക്സ് ഇസഡ് ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വൈ ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇവിടെ ഇസഡ് ഇൻറ്റു ഇസഡ് ഉണ്ട്. ദെൻ ഇതേപോലെ തന്നെ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് പ്ലസ് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് പ്ലസ് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന നിലയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് ഇത് ജസ്റ്റ് ലൈക്ക് ഒരു സിമെട്രി പോലെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ഉണ്ട്, അല്ലെങ്കിൽ എക്സും വൈയും ഈക്വലാന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ വൈക്ക് കറസ്പോണ്ടിങ് ഇസഡ് ഉണ്ട്, അതായത് വൈയും ഇസഡും ഈക്വലാന്ന് എനിക്ക് പറയാം. ദെൻ അടുത്തത് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇസഡ് എക്സ് ഓക്കെ. ഇവിടെ ഇസഡിന് രണ്ടാമത്തെ ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഉണ്ട്, അതായത് ഇതിനർത്ഥം ഇവിടെ എക്സും വൈയും ഇസഡും എല്ലാം സെയിം ആണ് എന്നാണ് അർത്ഥം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സും വൈയും ഇസഡും എല്ലാം സെയിം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ കാര്യങ്ങൾ ഇനി എളുപ്പമായി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒറ്റ ടൈമിലോട്ട് മാറ്റുക. എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ. ഇവിടെ 9 വൈ റേസ് ടു 4, ഇവിടെ 16 ഇസഡ് റേസ് ടു 4, താഴെയാണെങ്കിൽ 8 എക്സ് സ്ക്വയർ 8 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 8 എക്സ് റേസ് ടു 4 എന്ന് എഴുതാം. 8 എക്സ് റേസ് ടു 4 എന്ന് എഴുതാം. ഇത് സ്ക്വയറിൻ്റെ 2 ആണ്, അല്ലാതെ 2 അല്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 2 അല്ല. ഓക്കെ, അടുത്ത സെയിം തന്നെ എനിക്ക് ഇതിനെ എക്സ് റേസ് ടു 4 എന്ന് എഴുതാം. ഇതിനെ എനിക്ക് വേണമെങ്കിൽ എക്സ് റേസ് ടു 4, ഇതിനെ എക്സ് റേസ് ടു 4, കാരണം നമുക്ക് അറിയാം എക്സും വൈയും ഇസഡും എല്ലാം സെയിം ആണെന്ന് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഇത് 10 റേസ് ടു എക്സ് റേസ് ടു 4. ഓക്കെ, അല്ലെങ്കിൽ ഇത് അറിയാമെങ്കിൽ എക്സും വൈ ഇസഡും അറിയാമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ ഇതെല്ലാം വെട്ടിക്കളയാം. ആ നമ്പർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പർ എല്ലാം എടുത്ത് കളയുക, എക്സ് ടേമെല്ലാം എടുത്ത് കളയുക, എന്നിട്ട് നമ്പർ മാത്രം അവിടെ വെച്ചേക്കുക. ഓക്കെ, ബാക്കി ഇനി ഈ നമ്പരെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ വരുമ്പോൾ 17 6 26 42 വരും. ഓക്കെ, താഴെ വരുമ്പോൾ 8 6 14 24 വരും. ഓക്കെ, ദെൻ നമുക്കറിയാം ഇതിനെ 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 6 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 7 വരും. 6 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. ഓക്കെ, അതായത് 7ൻ്റെ പകുതിയുടെ പകുതി 3.75 3.75ൻ്റെയും പകുതി. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ച്വലി ഫ്രാക്ഷനിലാണ് കൊടുത്തത്. അപ്പം നമുക്ക് ഫ്രാക്ഷനിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ 1.75 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.